ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി വിഭവമാണ് കേട്ടോ. വെറൈറ്റി ഉപ്മാവാണേ. അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ്: ഒരു ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി എരിഞ്ഞത്, അതുപോലെ ഒരു സവാള വലിയ കഷ്ണമാക്കി എരിയണം കേട്ടോ. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ്, 2 മുളക്, അതുപോലെ കുറച്ച് കടലപ്പരിപ്പ്, തേങ്ങ, നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് കറിവേപ്പിലയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളെ റവയാണ് കേട്ടോ. റവ നെയ്യിൽ വറുത്തെടുത്തതാണ്. അതേപോലെ തേങ്ങാപ്പാൽ കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണ് ഈ വിഭവത്തിൻ്റെ രുചി കൂട്ടുന്നത്. അങ്ങനെ നമുക്ക് നമ്മളെ വിഭവത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുക് ഇടാം കേട്ടോ. 1 ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഉഴുന്നുപരിപ്പ്, നമ്മളെടുത്ത് വെച്ച ഒരു ഉഴുന്നുപരിപ്പാണ്, അതും ഒരു ചെറിയ ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. അതൊന്ന് മൂത്ത് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. പൊട്ടുകടല എന്നാണ് ഇതിന് പറയുക കേട്ടോ ഞങ്ങളിവിടെയൊക്കെ. പിന്നെ അതുപോലെ നമ്മൾ അടുത്തായി ചേർക്കാൻ പോകുന്നത് സവാളയാണ് കേട്ടോ. സവാള വലിയ കഷ്ണങ്ങളായി എരിഞ്ഞതാണ് ചേർക്കുന്നത്. അതുപോലെ 2 മുളക് 2 കഷ്ണങ്ങളാക്കി എരിഞ്ഞ ഇതാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ചെറുതായി നുറുക്കി വെച്ച ക്യാരറ്റും കൂടി നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കുക. അപ്പോഴേക്കും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇടുകയാണ് കേട്ടോ. കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്തുന്ന മണമൊക്കെ നമ്മൾ മൂക്കിലടിക്കുന്നത് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. തേങ്ങ ചിരവിയത് ചേർത്ത് ഇതൊന്ന് തിളച്ച് വരണം. തിളച്ചെന്ന് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച റവ ചേർക്കാം കേട്ടോ. റവ ചെറുതായി കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർക്കാവുള്ളൂ കേട്ടോ. അടിപ്പിടിക്കാതെ കരിയാതെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. കരി പിടിച്ചാൽ നമ്മളിതിൻ്റെ മൊത്തം ടേസ്റ്റും ഇല്ലാതെ ആവും. അതുകൊണ്ട് നമ്മളിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്താൽ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചിയേറിയമായ ഒന്നാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ അടുത്ത വീഡിയോ ഇടും